മാത്തുക്കുട്ടി, നാട്ടിൽ നിന്നെ കുറിച്ച് എന്താ അഭിപ്രായം? ചെറുപ്പം മുതൽ ലൈജൻ ആഗ്രഹിച്ച എല്ലാ പെമ്പിള്ളാരെയും അങ്ങനെ വളർത്തിട്ടുണ്ട്. അവനാണ് ആണ്. സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ ടീച്ചർമാർക്ക് വരെ ലൈജേട്ടനോട് പ്രേമം തോന്നിയിട്ടുണ്ട്. കൊതിപ്പിക്കല്ലേ. നാട്ടിലാണെ പിന്നെ പറയേ വേണ്ട. ഉത്സവമൊക്കെ വന്നാണ്ടല്ലോ പെൺകുട്ടികളെല്ലാം ലൈജുവിന്റെ പുറകെ. അടുത്ത ജന്മം അയാളായി ജനിച്ചെങ്കിൽ എല്ലാവർക്കും എന്നെ മതി. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും പ്രേമിക്കാൻ അപാര കഴിവാ. അതൊരു കലയാണ്. ഓ ശരി. ഈ ലൈജുവിന്റെ പേര് പറഞ്ഞാണല്ലേ ഡെയിലി പപ്പയും മമ്മയും വഴക്കുണ്ടാക്കുന്നേ. ഇനി നീ എങ്ങാനും ഞാന് നിന്റെ നാട്ടിലൊരു പെണ്ണ് കാണാൻ വന്നാ. ഞാൻ അവളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും വാട്സപ്പ് ചെയ്യാം. നീ ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചിട്ടൊന്ന് പറ. ഓ സെറ്റ് സെറ്റ് സെറ്റ്. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ഇവളോ എന്നെ തേച്ചൊട്ടിച്ച്. അവള് പോയെങ്കിൽ പോട്ടടാ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. നമുക്കൊരു പണി കൊടുത്താലോ അളിയാ അവക്ക്? ലൈജു അല്ലേ കെട്ടാൻ പോണത്? ഇതിലും വലിയ പണിയൊക്കെ എവിടെ നിട്ടാനാ? ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവൻ എന്ത് പെട്ടെന്നല്ലേ ലൈജുവേട്ട 2 മാസം പോയത്? ലൈജുവേട്ടനാ, നീ എന്നെ കണ്ണായിട്ടാന്ന് വിളിച്ചാ മതി. നിങ്ങൾ എന്നെ സ്നേഹത്തോടെ സിനിമയിൽ ഷീലാമ്മ വിളിക്കുന്ന പോലെ ചേട്ടാ അങ്ങനെ വിളിച്ചാൽ മതി. ഹലോ ലൈജുവേട്ട ഒന്ന് അകത്തോട്ട് വരുമോ? എക്സ്ക്യൂസ് മീ. വരണം വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി. മലയാളം ഇതാരൊക്കെ ഒന്ന് വായിപ്പിക്കുക. പണിപ്പോളിയല്ലോ, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എന്റെ ലൈഫ് ബ്രോയിലറായി. ദൈവമേ, എന്റെ ലൈഫ് ബ്രോയിലറായി. എന്നെ അനുഗ്രഹിക്കണം. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്.